ഹലോ നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ആണെങ്കിൽ പാമുള്ളൻ അല്ലെങ്കിൽ പാക്കുറിച്ചിൽ, പിന്നെ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, സീഡി മീൻ. ഞങ്ങളുടെ സൈഡിലൊക്കെ പാമുള്ളൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ 2-3 പേരൊക്കെ ഇതിന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് കടയിൽ പോയപ്പം ഈ ഒരു മീൻ കണ്ടപ്പോൾ എനിക്ക് പണ്ട് അമ്മ വെക്കുന്ന ഒരു മീൻ കറിയുടെ ഓർമ്മ വന്നു. അമ്മ നല്ല മാങ്ങയൊക്കെ ഇട്ട് തേങ്ങയും മുളകുമൊക്കെ അരച്ച് നല്ല അടിപൊളി മീൻ കറി വെക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഈ മീൻ പണ്ടത്തെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടു. പിന്നെ ഈ മാങ്ങ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു. ഈ മാങ്ങ നമ്മുടെ മാവേന്ന് തന്നെ പറിച്ച മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടായിരുന്നു. പ്രത്യേകം അതിനകത്ത് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളും കൂടെ ഇട്ടിട്ട് മീൻകറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ മീനിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പുളിയൊക്കെ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻകറി എല്ലാവരും വെക്കുന്നുണ്ടാവും. പക്ഷേ ഈ മീൻ സാധാരണ നമ്മൾ വറുത്ത് കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ മാങ്ങ ഇട്ട് കറി വെച്ചാലും ഭയങ്കര രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ സീ യു. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഈ മീൻകറിയും പിന്നെ നല്ല കൂർക്ക മെഴുക്കുവരട്ടിയും പാവയ്ക്ക തോരനും ഒക്കെ ചേർന്നിട്ടാണ്. സത്യം പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോഴാണ് നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു അവസരം കിട്ടുന്നത്. അപ്പം നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ മാക്സിമം നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെ ട്രൈ ചെയ്യാനായിട്ട് നോക്കും. അപ്പം എല്ലാവരും ഈ മീൻ കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ ബൈ സീ യു.